ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ ട്രിവാൻഡ്രത്തെ കോവളം ബീച്ചിലെ കാഴ്ചകളാണ്. ഇപ്പോൾ 2025 പുതിയൊരു ടൂറിസം സീസൺ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതുപോലെ നമ്മൾ കോവളത്തേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടിരിക്കേണ്ട മറ്റ് ബീച്ചുകളും പാർക്കുകളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വീലറിലാണ് വന്നത്. അപ്പോൾ ഈ 2 വീലറും അതുപോലെ കാറും ഒക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ടാണ് ഈ വഴി ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ഹവ്വ ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി വെച്ചതിന് ശേഷം ബീച്ചിലോട്ട് ഇറങ്ങാം. ഹവ്വ ബീച്ച്. അതുപോലെ കോവളത്തിൻ്റെ മെയിൻ ബീച്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ബീച്ചാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഒരു തിരക്ക് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യാത്തത്. പിന്നെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ വന്ന ആ റോഡിലോ അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈവനിങ് ടൈമൊക്കെ ഈ ഒരു ഷോപ്പിൻ്റെയൊക്കെ ഭാഗത്ത് നല്ല തിരക്കായിരിക്കും. പിന്നെ ഈ ഒരു ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സ്പേസ് ഉള്ളൊരു ബീച്ചാണ്. അതുകൂടാതെ സീസൺ ടൈമിൽ മാത്രം ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് ബോട്ടിംഗ് ഫെസിലിറ്റി. അപ്പോൾ കടലിലൂടെ ബോട്ടിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൂടാതെ തന്നെ സർഫിങ്ങും കയാക്കിങ്ങും പോലുള്ള മറ്റ് കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ സ്പേസ് ഉള്ളൊരു ബീച്ചാണ്. അതുപോലെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ നിയന്ത്രിക്കാനായിട്ട് ഫുൾ ടൈം ഇവിടെ ഗാർഡ്സ് ഉണ്ടാവും. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ റെഡ് സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഭാഗത്തോട്ട് ഇറങ്ങാതിരിക്കുക. ഇത് നമ്മൾ ഈ ബീച്ചിൻ്റെ ഈ ബോട്ടിംഗ് ഒക്കെ വരുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു തോട് പോലെ വെള്ളം പോകുന്ന ഒരു ഭാഗമുണ്ട്. അത് ചാടി വേണം നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോവളത്തിൻ്റെ 2 ബീച്ചും കാണാൻ പറ്റും കേട്ടോ. 2 ബീച്ചിൻ്റെ വ്യൂ കിട്ടും. ഹവ്വ ബീച്ചും അതുപോലെ ലൈറ്റ് ഹൗസ് ബീച്ചും ഉണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് ആദ്യം കാണുന്നത് ഹവ്വ ബീച്ചിൻ്റെ ഭാഗവും എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ലൈറ്റ് ഹൗസ് ബീച്ചുമാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് കോവളത്തിൻ്റെ മറ്റൊരു ബീച്ചായ ലൈറ്റ് ഹൗസ് ബീച്ച്. ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ബീച്ച് ഈ ഒരു ലൈറ്റ് ഹൗസ് ബീച്ചാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറേയധികം ഷോപ്പുകളും അതുപോലെ റിസോർട്ടുകളും അല്ലെങ്കിൽ ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ബീച്ച്. അതുപോലെ ഈ ഒരു ബീച്ചിൻ്റെ എൻഡിലായിട്ടാണ് നമുക്ക് ലൈറ്റ് ഹൗസിൽ പോകാനുള്ള വഴിയൊക്കെ വരുന്നത്. ഇവിടെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു സീസണെയാണ് കോവളത്തെ അതിൻ്റെ ഒരു പീക്ക് സീസണായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തായിരിക്കും ഇവിടുത്തെ ഈ ഒരു ഫോറിനേഴ്സിൻ്റെ തിരക്കൊക്കെയും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഈ ഒരു സീസൺ ടൈമിൽ നമ്മൾ കോവളത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു കാലാവസ്ഥയും അതുപോലെ
തെളിഞ്ഞ ആകാശവും നേരിയ താപനിലയും ഒക്കെ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ചിൽ നിന്ന് ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴി. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ ഒരു ഷോപ്പാണിത്. ഇത് പ്രധാനമായിട്ടും ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഓർണമെൻറ്റ്സും ക്ലോത്തും ഒക്കെയാണ് ഈ ഒരു ഷോപ്പിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ എൻട്രി. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. അടുത്ത് നമ്മൾ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ക്യാമറ ഉണ്ട്, അതിനൊരു 10 രൂപയാവും. ടോട്ടൽ 30 രൂപയാണ് ഞാനിവിടെ പേ ചെയ്തത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ലൈറ്റ് ഹൗസിലോട്ട് എത്താനായിട്ട് അത്യാവശ്യം നല്ല വലിയൊരു തേര് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് എത്തിയത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബീച്ചിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ മണ്ടയിലൂടെ കയറിയിട്ടുള്ള ഒരു വ്യൂ അതിലും മനോഹരമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും മനോഹരവുമായ ഒരു ചുറ്റുപാടും പാർക്കിംഗ് ഗ്രൗണ്ടുമാണ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലുള്ളത്. അതുപോലെ ഈ ഒരു ഡെവലപ്മെൻറ്റൊക്കെ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാനായിട്ടുള്ള ഒരു ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ബാഗും ചെരുപ്പും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു ക്ലോക്ക് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ എൻട്രി. അപ്പോൾ നമ്മൾ താഴെ നിന്ന് എടുത്ത ആ ഒരു ടിക്കറ്റ് ഈ ഒരു ഭാഗത്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് ലൈറ്റ് ഹൗസിനുള്ളിലോട്ട് കടത്തി വിടത്തുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ഓരോ റൗണ്ട്സിലും ഓരോ വിൻഡോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ഹൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു കടലിൻ്റെ വ്യൂ ഈ ഒരു വിൻഡോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസിലെത്തുമ്പോൾ 2 രീതിയിൽ നമുക്ക് അതിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. ഒന്ന് ഗോളാകൃതിയിലുള്ള സ്റ്റെപ്പുണ്ട്, 144 സ്റ്റെപ്പുകളാണുള്ളത്. അതല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട്. അത് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പ് വരെ എത്താൻ പറ്റത്തില്ല. അവസാനത്തെ 2 ഫ്ലോർ എന്ന് പറയുന്നത് കുത്തനെയുള്ള സ്റ്റെയറാണ്. അപ്പോൾ അത് നമുക്ക് കാൽനടയായിട്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ലിഫ്റ്റിൻ്റെ ടോപ്പ് ഫ്ലോർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലിഫ്റ്റ് യൂസ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമുക്ക് കാൽനടയായിട്ട് മാത്രമേ മുകളിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മുകളിലോട്ട് കയറാനുള്ള ഒരു ക്യൂ ആണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി വരുന്നവർക്ക് കുറച്ച് നല്ല ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഡിലേ ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേണ്ട ഈ കാണുന്നതാണ് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിലെത്താനുള്ള അവസാനത്തെ 2 കുത്തനെയുള്ള സ്റ്റെപ്പുകൾ. അതിൽ ഇതൊരെണ്ണം വലിയ പ്രശ്നമില്ല. പക്ഷേ അവസാനത്തെ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് നല്ല കുത്തനെയുള്ളതാണ്.
നേരെ കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ് കേട്ടോ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ആ മുന്നിൽ കാണുന്നത്. അതുപോലെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 36 മീറ്ററാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ്, ആ ഒരു റൊട്ടേറ്റിംഗ് ലൈറ്റ് ഇരിക്കുന്ന പോർഷൻ നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു പോർഷൻ്റെയും തൊട്ട് മുകളിലത്തെ ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നോ എൻട്രി ആണ്. പക്ഷേ ജസ്റ്റ് നമുക്ക് താഴെ നിന്ന് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ലെൻസൊക്കെ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടായിപ്പോൾ ലിഫ്റ്റ് കയറിയല്ലേ വന്നത്. പിന്നെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ദിവസങ്ങളിൽ ക്ലോസ്ഡ് ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 6 മണി വരെ ആയിരിക്കും. അപ്പോൾ ഈവനിങ് ടൈം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കോഫി കുടിക്കാനുള്ള കഫേ അവൈലബിൾ ആണ്. അതുപോലെ ഐസ്ക്രീം പാർലർ, പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറേ അധികം ഇരിപ്പിടങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു നല്ലൊരു കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ലൈറ്റ് ഹൗസിലെത്തുന്ന കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് കോവളത്തെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് അശോക ബീച്ചിലേക്കാണ്. അപ്പോൾ ബസ്സിലൊക്കെ കോവളത്തെത്തുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും ബസ് ഇറങ്ങുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഹൗവ ബീച്ചിലോട്ടും അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ടും പോകാനുള്ളൊരു വഴി ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കോവളത്തിൻ്റെ അശോക ബീച്ചിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇതാണ് കോവളത്തിൻ്റെ അശോക ബീച്ച്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്നവർ, വലിയ ബസ്സിലൊക്കെ വരുന്നവരുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ബീച്ചാണ് ഈ ഒരു അശോക ബീച്ച്. നമ്മളിപ്പോൾ കണ്ട 2 ബീച്ചിനെ അപേക്ഷിച്ച് അത്രയും വലിയ സ്പേസ് ഇല്ലെങ്കിലും ആദ്യം മുതലേ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഈ ഒരു അശോക ബീച്ച്. അതുപോലെ ഈ ബസ്സിലൊക്കെ ട്രിപ്പ് വരുന്നത് ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അവരാദ്യം കാണുന്ന ബീച്ചും ഇത് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് വരുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട കോവളത്തിൻ്റെ ബീച്ച് ഇതായിരുന്നു കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് കോവളം ബീച്ചിനടുത്തായിട്ട് തന്നെയുള്ള സമുദ്ര പാർക്കിലേക്കാണ്. ഇപ്പോൾ കോവളം ബീച്ച് വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഈ ഒരു സമുദ്ര പാർക്ക്. ഇപ്പോൾ സമുദ്ര ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സമുദ്ര പാർക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഫുള്ളൊരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു പാർക്കിൻ്റെ ആർട്ട് വർക്കൊക്കെ ചെയ്തേക്കുന്നത്. ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ ഇത്. കറക്റ്റ് ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് KTDC സമുദ്രയുടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് ബീച്ചിൻ്റെ ഒരു വ്യൂവും കിട്ടും. ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ കോഫി കഫേയും അതുപോലെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോവളം ബീച്ചിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ ബൈ ബൈ.